ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെമീസ് പാഷൻ ഹബ്സ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായില്ലായിരുന്നു, ഓൺലി റിമിക്സ് ആയിരുന്നു. അപ്പോൾ അതിന് കാരണം നമുക്ക് ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാണ്. അത് ക്യൂട്ടായിട്ടുള്ളൊരു വാലൻറ്റൈൻസ് ക്രാഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് തികച്ചും വേസ്റ്റാക്കി കളയുന്ന ഐറ്റംസിൽ നിന്നാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ കുട്ടികളുള്ള എല്ലാ വീട്ടിലും സുപരിചിതമായിരിക്കും. നമ്മൾ ആൻറ്റിബയോട്ടിക് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ അതിലൊരു വാട്ടർ മിക്സ് ചെയ്യാൻ തരുമല്ലോ. അപ്പോൾ ആ ഒരു വാട്ടർ ഉണ്ടാവണ ഒരു സംഭവമാട്ടത്. അപ്പോൾ അതിൻ്റെ വലിപ്പം കൂടിയ ഒരു ബോട്ടിൽ ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞുവാവ ഹോസ്പിറ്റലായപ്പോൾ കിട്ടിയൊരു ബോട്ടിലാട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു കുട്ടി ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ക്രാഫ്റ്റ് കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അത്യാവശ്യം തടിയുള്ളൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് റെഡ് കളറിലുള്ള ആക്രിലിക് പെയിൻ്റ് ആട്ടോ. അപ്പോൾ വാലൻറ്റൈൻ സ്പെഷ്യലായിട്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണെങ്കിലും അതിലൊരു ഹാർട്ട് നിർബന്ധമാണല്ലേ. അപ്പോൾ പോയിൻ്റർ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹാർട്ട് ഷേപ്സ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു ഹാർട്ട് ഷേപ്പ് മാത്രമാണ് കൊടുക്കുന്നത്, വേറെ ഒരു ഡിസൈൻസും ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ കളറ് അതുപോലെ തന്നെ കീപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കളറ് ബാക്ക്ഗ്രൗണ്ടായിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിലും ഈ ഒരു റെഡ് കളറ് അപ്ലൈ ചെയ്യാം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അപ്പോൾ നമ്മുടെ ഈ ഒരു റെഡ് കളറ് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഗ്യാപ്പിട്ട് ഇതുപോലെ ഹാർട്ട് ഷേപ്സ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 00 സൈസിലുള്ള പോയിൻ്റർ ബ്രഷാട്ടോ. പോയിൻ്റർ ബ്രഷസ് നമുക്ക് 0 സൈസിലും 00 സൈസിലും 000 സൈസിലും അവൈലബിൾ ആട്ടോ. അപ്പോൾ ഈ ഒരു 3 ബ്രഷസും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വർക്കിനൊക്കെ നമുക്ക് ഏറ്റവും സ്യൂട്ടായത് 000 അല്ലെങ്കിൽ 00 ആട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 00 സൈസിലുള്ള പോയിൻ്റർ ബ്രഷാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് പോയിൻ്റർ ബ്രഷ് ചൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു കളറ് അതുപോലെ തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം വൈറ്റോ യെല്ലോയോ കൊടുക്കാം കേട്ടോ. യെല്ലോ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും. ഞാൻ ഈ ഒരു കളർ തന്നെ കീപ്പ് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ ഹാർട്ട് ഷേപ്സ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഹാർട്ട് ഷേപ്സ് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിൽ 2 ലൈനായിട്ടാണ് നമ്മൾ ഹാർട്ട് ഷേപ്സ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ലൈനിൽ വരച്ചിട്ടുള്ളതിൻ്റെ ഇടയിലായിട്ട് വേണം ഇതുപോലെ ഹാർട്ട് ഷേപ്സ് വരയ്ക്കാനായിട്ട്. കണ്ടില്ലേ, ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് വേണം മറു സൈഡിൽ ഇതുപോലെ ഹാർട്ട് ഷേപ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള വർക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്നൊരു കുട്ടി ബോട്ടിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ് ബോട്ടിലും ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ 2 സൈഡിലും കൂടി ഇതുപോലെ ഗ്യാപ്പിട്ട് ഹാർട്ട് ഷേപ്സ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ്ലി നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, കണ്ടില്ലേ. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് വേണമെങ്കിൽ ചരടും കൂടി കെട്ടിക്കൊടുക്കാം കേട്ടോ. റെഡ് കളറിലുള്ള ചരട് വേണമെങ്കിൽ കെട്ടിക്കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇനി ഇതുപോലെ നല്ല കട്ടിയുള്ള ഒരു തെർമോക്കോളല്ല, ഒരു സ്പഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്പഞ്ചിൽ നിന്നും ഹാർട്ട് ഷേപ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇതുപോലൊരു ഹാർട്ട് ഷേപ്പ് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു അതിനേക്കാൾ നല്ലത് കറക്റ്റ് ഒരു സ്ക്വയറായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ആ ഒരു സ്ക്വയറിൻ്റെ സെൻറ്ററിൽ നിന്നും ഇതുപോലെ വി ഷേപ്പിൽ മുകളിലേക്ക് കർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. കണ്ടില്ലേ, സ്ക്വയർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് ഇതുപോലെ വി ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ ഒരു കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ ഒരു കട്ടിങ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു കട്ടിങ്ങിലേക്ക് ഇതുപോലെ ഒരു
കേവ് ഷേപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ നമ്മൾ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് തെർമോക്കോൾ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ സാധാരണ കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ, ഈർക്കിളി. അപ്പോൾ ഈർക്കിളി ഇതിലേക്കൊന്ന് നല്ല രീതിയിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തടിയുള്ള ഈർക്കിളിനെ എടുക്കാം കേട്ടോ, എന്നാലാണ് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ കയറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ആണ് നമ്മുടെ ഡെക്കോർ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹാർട്ട് ഷേപ്പിന് റെഡ് കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട്. റെഡ് കളറിലുള്ള ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും വൈറ്റ് കാണാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ബ്രഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത്യാവശ്യം തടിയുള്ള ബ്രഷ് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വർക്ക് പെട്ടെന്ന് തീരാനായിട്ട് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഈർക്കിളിക്ക് പകരമായിട്ട് നമുക്ക് ടൂത്ത് പിക്കോ അതല്ലെങ്കിൽ മിഠായിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു ഐറ്റംസ് യൂസ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും കൂടി കാണുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഷേപ്പ് ഇവിടെ കംപ്ലീറ്റ്ലി പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഇതൊന്ന് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു DIY ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ഷോ പീസായിട്ട് നമ്മുടെ വീട്ടിൽ വയ്ക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വാലൻറ്റൈൻസ് ഗിഫ്റ്റായിട്ടും കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിൽ റെഡ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ മാഷാല്ലാ എന്നുള്ള ആ ഒരു നെയിം ബോർഡ് ബാക്കിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നെയിം ബോർഡ് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.